നമ്മളൊക്കെ പോകുന്നത് നമ്മുടെ ജങ്കാർ കാണാനാണ്. ജങ്കാറിൻ്റെ അകത്ത് ആളെയും കയറ്റും വണ്ടിയും കെട്ടും. വണ്ടി മൊത്തം ബ്ലോക്കായി ഇരിക്കുവാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് കയറാനുള്ള തിടുക്കമാണ്. ഒന്ന് കാണിച്ചു കൊടുത്തേ വണ്ടി. അങ്ങനെ ഞങ്ങള് അല്പം നടന്ന് ജങ്കാറിന്റെ അടുത്തെത്തിയേക്കുവാണ്. ഞങ്ങളിപ്പോ നിൽക്കുന്നത് നമ്മുടെ വൈപ്പിലാണ്. വൈപ്പിൽ നിന്നും ഫോർട്ട് കൊച്ചിയിലേക്ക് പോകാൻ തയ്യാറെടുത്തിരിക്കുന്ന ജങ്കാറാണ് ഈ കാണുന്നത്. അതിൻ്റെ അകത്ത് ഏകദേശം ആൾക്കാരും വണ്ടിയൊക്കെ കയറി കഴിഞ്ഞിരിക്കുവാണ്. ഇതിൻ്റെ അകത്ത് കയറ്റുന്നതിനും ഒരു പരിധിയുണ്ട്. അത്രയും വരെ അവർ കയറ്റത്തുള്ളൂ. അത് കഴിഞ്ഞ് അടുത്ത ജങ്കാറിലെ ഇനി കയറി പോകാൻ പറ്റത്തുള്ളൂ കേട്ടോ. കുഴപ്പമൊന്നുമില്ല, ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഓരോ 10 മിനിറ്റ് ഇടവിട്ടും ജങ്കാർ ഇങ്ങനെ വന്നും പോയി നിൽക്കും. ഇതിൻ്റെ അകത്ത് ഒരു കാറ് വരെ കയറ്റിക്കൊണ്ട് പോകുന്നതിന് വെറും 50 രൂപ മാത്രമേ ഉള്ളൂ. അതുകൂടാതെ ഈ കായലിന്റെയും കടലിന്റെയും ഒക്കെ സൗന്ദര്യം ആസ്വദിച്ച് ഓരോ കാഴ്ചകളും കണ്ട്, അതും ഈ കാറിന്റെ അകത്ത് തന്നെ ഇരുന്നൊക്കെ പോകാൻ തന്നെ ഒരു ഭാഗ്യം വേണം അല്ലെ. എന്തൊക്കെ തന്നെയാണല്ലോ അടിപൊളിയാണ്. ഞാൻ ഇതുവരെയായിട്ട് ഈ ജങ്കാറിൽ കയറിയിട്ടില്ല കേട്ടോ. എനിക്കും കയറണമെന്ന് ആഗ്രഹമുണ്ട്. ഇന്നെന്തായാലും കയറുന്നില്ല. ഈ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ അതിശയത്തോടു കൂടി നോക്കി ഇങ്ങനെ നിൽക്കുവാണ്. കൂടാതെ ഇതിൻ്റെ അകത്ത് പോകുമ്പോ നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ഡോൾഫിനെയൊക്കെ കാണാൻ പറ്റും കേട്ടോ. കൂടാതെ ഷിപ്പ് വരുന്നതും ചൈനീസ് നെറ്റ് ഉപയോഗിച്ച് മീൻ പിടിക്കുന്നതും ഒക്കെ കാണാം. ഇതിന്റെ അക്കരെ പോകുമ്പോ നമുക്ക് ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണിത ഒരുപാട് ബിൽഡിങ്ങുകളും പള്ളികളൊക്കെ കാണാൻ പറ്റും. അതും ഒരു കാഴ്ചയാണ്. കായലിന്റെയും കടലിന്റെയും ഒക്കെ സൗന്ദര്യം ആസ്വദിച്ചും ഒക്കെ അടിപൊളിയായിട്ട് നമുക്ക് പോകാം. എത്ര കണ്ടാലും മതി വരാത്ത കാഴ്ചകളാണ്. സാധാരണ നമ്മള് വൈപ്പിൽ നിന്ന് ഫോർട്ട് കൊച്ചി വരെ പോകുന്നതിന് 20 കിലോമീറ്റർ ഉണ്ട്. ഏകദേശം ഒരു 45 മിനിറ്റ് കൊണ്ട് അവിടെ എത്താൻ പറ്റത്തുള്ളൂ. ഇത് വെറും 10 മിനിറ്റ് കൊണ്ട് നമുക്ക് അവിടെ എത്താൻ പറ്റും. കണ്ണ് അടച്ചു തുറക്കുമ്പോൾ നമ്മൾ ഫോർട്ട് കൊച്ചിയിലെത്തും. അപ്പൊ നമ്മൾ ഓർക്കുശോ വേണ്ടായിരുന്നു, ഇപ്പോഴേ എത്തണ്ടായിരുന്നെന്ന് തോന്നിപ്പോകും. അത്രയ്ക്ക് അതിമനോഹരമായ കാഴ്ചകളാണ് കാണാതിരിക്കുന്നത്. നോക്കിയേ, ഇത് എറണാകുളത്തുനിന്നും ഐലൻഡിലേക്കും ഒക്കെ ബോട്ട് പോകുന്ന ബോട്ട് ചെട്ടിയാണ് കേട്ടോ. ഇതാണ് വാട്ടർ മെട്രോ. വാട്ടർ മെട്രോ ഈ ബോട്ട് ജെട്ടിയുടെ അടുത്തോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുവാണ്. വാട്ടർ മെട്രോയിൽ ഞാൻ കയറിയിട്ടില്ല. അതും കയറണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അടിപൊളിയാണ് കേട്ടോ. 2 മണിക്കൂർ, 4 മണിക്കൂർ, 6 മണിക്കൂറൊക്കെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റിയ ഒരുപാട് ഗവൺമെന്റിന്റെയും പ്രൈവറ്റും ആയ ബോട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ റോഡിൽ കൂടെയുള്ള കാഴ്ചകളും ആ ഒരു സൗന്ദര്യവും ഒക്കെ ആസ്വദിക്കുന്ന പോലെ തന്നെ കായലിലെയും കടലിലെയും ഒക്കെ സൗന്ദര്യവും കാഴ്ചകളൊക്കെ നമ്മൾ കാണണം കേട്ടോ. അടിപൊളിയാണ്, ഒരു രക്ഷയില്ലാത്ത കാഴ്ചയാണ്. ഇടയ്ക്കൊക്കെ ഇങ്ങനെയുള്ള യാത്രകൾ ചെയ്യുക. അടുത്ത ജങ്കാറും കാത്തു കെട്ടി നിൽക്കുന്ന ആൾക്കാരാണ്. നോക്കി എന്നാ തിരക്കാണെന്ന്, ഒരു രക്ഷയില്ല കേട്ടാ. കുറേ പ്രാവുകൾ ഞാൻ ഇങ്ങനെ ഓടിച്ചോടിച്ച് ഇങ്ങനെ നടക്കുവാണ്. നല്ല രസമല്ലേ ഇങ്ങനെ പ്രാവൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോ നമ്മൾ ചുമ്മാ ഇങ്ങനെ ഒന്ന് ഇതേന്ന് വെക്കുമ്പോ തന്നെ അത് ഇങ്ങനെ പറക്കും. ആ പറക്കുന്ന കാണാൻ തന്നെ നല്ല ഭംഗിയത്. കാറ് കിടക്കുന്നുണ്ട ഇങ്ങേറ്റം പോലെ അങ്ങേയറ്റം വരെ നിരയായിട്ട് ഇങ്ങനെ കിടക്കുവാണ് കേട്ടോ. ജങ്കാറും വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. എന്തായാലും കാറിലായാലും ബൈക്കിലായാലും ഈ ജങ്കാറിലൊക്കെ കയറി പോകുമ്പോ ഒരു അടിപൊളിയാണ്. റോഡിൽ കൂടെ പോകുന്നതിനെക്കാട്ടിയും അടിപൊളിയാണ് കേട്ടോ. കാരണം റോഡിൽ ട്രാഫിക്കും കൂടാതെ പേടിക്കുകയും വേണം അല്ലേ. കാരണം വാഹനങ്ങളെല്ലാം ക്രമാതീതമായി പെരുകിയേക്കുവാണ്. ഇതാകുമ്പോൾ കുഴപ്പമൊന്നുമില്ല. അടുത്ത ജങ്കാറ് വന്ന് അതിലോട്ട് കയറാനുള്ള തിടുക്കമാണ്. എന്തോരം പേരാണ് ഈ കയറുന്നത് നിങ്ങൾ നോക്കി. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കണ്ട. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.